സമയം ഏകദേശം രാവിലെ 4 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്നത് കൊച്ചിയിലേക്കാണ്. ഇവിടുന്ന് കാലിക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 200 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം, നമുക്ക് നോക്കാം. നമ്മളിത് അങ്ങനെ വർക്ക്ഷോപ്പിൻ്റെ അകത്തേക്ക് കയറി വരുമ്പം തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഒരു പെജറോ ആണ്. പെജറോ ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ 126, താഴെയായിട്ട് ഹോൾഡൻ കൊമഡോർ എന്ന് പറഞ്ഞ മോഡൽ ഇമ്പോർട്ടഡ് ആണ് വണ്ടി. അതുപോലെ 7 സീരീസ് ഉണ്ട്, A ക്ലാസ് ഉണ്ട്. അത്യാവശ്യം എല്ലാ വണ്ടികളും തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ്. ഫോഴ്സിൻ്റെ ഗൂർക്ക, TUV, ഫാബിയ, അങ്ങനെ എല്ലാവിധ വണ്ടികളും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു വർക്ക്ഷോപ്പ് തന്നെയാണ്, ഒരുപാട് നടക്കാനും ഒരുപാട് ഏരിയ ഉള്ള വർക്ക്ഷോപ്പാണ്. കയറി വരുമ്പം തന്നെ സൈഡിൽ ഒരു കാഴ്ച കണ്ട് വണ്ടി വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. സെന്നുണ്ട്, ഒമ്നിയൊക്കെ ഉണ്ട് അവിടെ. നമ്മളെന്തായാലും നേരെ വർക്ക്ഷോപ്പിലേക്ക് എന്തായാലും പോവാം. നമ്മുടെ വണ്ടി അപ്പുറത്തെ സൈഡിലാണുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാത്ത് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനും. സോ അതിനുവേണ്ടി അവർ തന്നെ സെറ്റ് ചെയ്തിട്ട് ഒരു ട്രാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ട് പോവാണ്. നമ്മുടെ മുമ്പിൽ കദ്ദുബായി ഉണ്ട്. കദ്ദുബായി, എൻ്റെ നേരെ ബാക്കിൽ ഹിഷാനും മിറാഷും ഉണ്ട്. നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ വണ്ടി നമ്മൾ കണ്ടിട്ടില്ല. ഏകദേശം 4 വർഷത്തോളമായിട്ട് നിർത്തിയിട്ടതാണെന്നാണ് പറഞ്ഞത് വണ്ടി. നമ്മളെന്തായാലും പോയി നോക്കട്ടെ വണ്ടി എങ്ങനെയാണ് അവിടെ കിടക്കുന്നതെന്ന്. കുറേയായി നമ്മളും വണ്ടി നേരിട്ട് കണ്ടിട്ട്. നമ്മൾ ലാസ്റ്റ് വണ്ടി എടുത്ത സമയത്താണ് നേരിട്ട് കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി, നമ്മുടെ ഫോക്സ് വാഗൻ ഗോൾഫ്. 1985 തൊട്ട് 87 വരെ പ്രൊഡക്ഷനിൽ പോയ വണ്ടിയാണ്. 1.6 ഡീസൽ ഇൻലൈൻ 4 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 54 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 100 ന്യൂട്ടൺ മീറ്റേഴ്സ് ടോർക്ക് അറ്റ് 2300 RPM ആണ്. ഈ വാഹനത്തിൽ ഒരു 4+1 ഗിയർ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലാണെങ്കിൽ സെമി ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ വിത്ത് ടോർഷൻ ബീം ആക്സലും. അതുപോലെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ സാധാരണ വരുന്ന ഡ്രം ബ്രേക്സും ആണുള്ളത്. സ്റ്റീൽ യൂണിബോഡിയാണ് ഇതിൻ്റെ ചാസി. സോ നമ്മുടെ വണ്ടി തന്നെ അത്യാവശ്യം ബോഡി കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബോഡി ഡെൻറ്റിങ്ങും കാര്യങ്ങളും അതുപോലെ പെയിൻറ്റിങ്ങും നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്തത്. നമ്മുടെ ഇൻറ്റീരിയർ കണ്ടില്ലേ, പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. കുറേ പാർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ഒരുപാട് പാർട്സ് ഇവർ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി ബേസിക്കലി ഷെൽ പ്ലസ് എൻജിൻ ആൻഡ് ഡ്രൈവ് ട്രെയിൻ ആണുള്ളത്. ഒന്നും പറയാനില്ല. ഈ വണ്ടി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷത്തോളമായി എന്നാണ് നമ്മുടെ പ്രീവിയസ് ഓണർ പറഞ്ഞിട്ടുള്ളത്. എൻജിൻ അതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇൻറ്റീരിയർ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തുണ്ട്, വേറൊരു സാധനവും ഇല്ല വണ്ടിയിൽ. വണ്ടി മിറർ വരാത്ത മോഡലാണെന്ന് തോന്നുന്നു. ഫ്രണ്ടിലൊരു ആൻറ്റിന മൗണ്ട് കാണാം, ആൻറ്റിന മൗണ്ട് ചെയ്യാനുള്ളത്. വൈപ്പേഴ്സും കാര്യങ്ങളും ഒന്നും തന്നെ വണ്ടിയിലില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പോൾ ഈ വണ്ടി നാട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഫ്ലാറ്റ് ബെഡ് വിളിച്ചിട്ടുണ്ട്. നേരെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് നമുക്ക് കോൾഡ് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഈ വീഡിയോൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ആ വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഇതിൻ്റെ എൻജിൻ ബേ ഒന്ന് കാണാം. എൻജിൻ ബേയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 1.6 ഡീസലാണുള്ളത്. എൻജിൻ ബേയും കംപ്ലീറ്റ് പൊടി പിടിച്ച് കിടക്കുകയാണ്. വർക്ക്ഷോപ്പിൽ ഇങ്ങനെ കിടക്കുന്ന വണ്ടിയാണ്, കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. വേറെ ഒന്നും ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഒരു പെയിൻറ്റിങ് കഴിഞ്ഞ് അതുപോലെ തന്നെ കയറ്റി, പെയിൻറ്റിങ്ങും ടെൻറ്റിങ് വർക്കും കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കയറ്റി വെച്ച വണ്ടിയാണ്. വേറെ ഒരു വർക്കും ഇതിൽ ചെയ്തിട്ടില്ല. നമ്മളെ വണ്ടിയിലെ ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ഗ്ലാസിൻ്റെ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പെയിൻറ്റ് ചെയ്യാൻ റിമൂവ് ചെയ്ത സമയത്ത് ബീഡിങ്ങൊക്കെ കംപ്ലീറ്റ് പോയത് കാരണം ഇവർ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് വേറെ 800 അതിൻ്റെ ഇതിനൊക്കെ ബീഡിങ്സ് യൂസ് ചെയ്തിട്ട് അത് സൂട്ട് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് അവിടെ കുറച്ച് എക്സ്ട്രാ ബ്ലാക്കൊക്കെ കാണുന്നത് ബോഡി വർക്കിൽ. അവർ കംപ്ലീറ്റ് ആയിട്ട് പീസ് കട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് സീൽ ചെയ്തിരിക്കുകയാണ്. അപ്പം വെള്ളം ലീക്കാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെന്തായാലും ഒരു വെതർ സീലൻറ്റും കൂടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളത് ഉള്ളിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആശാന് നമ്മൾ വാങ്ങിച്ച ബീഡിങ്ങുമായിട്ട് മൂപ്പര് അവിടെ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ മൂപ്പര് ചെക്ക് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞ് ഇത് ഓവർ സൈസാണ്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഓവർ സൈസ്ഡ് ബീഡിങ്ങാണ്. നമ്മൾ ബോംബെയിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു സാധനം, പക്ഷേ അവർ അയച്ചു തന്ന സാധനം വേറെ സാധനമാണ്. അപ്പോൾ
ഈ സാധനം നമുക്ക് ഈ ബീഡിങ് നമ്മൾ വണ്ടിയിൽ വെക്കാൻ പറ്റില്ല, എന്തായാലും കട്ട് ചെയ്ത് സൂട്ട് ചെയ്യാനും പറ്റില്ലെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വേറെ ഒരു ഐഡിയ മൈൻഡിലുണ്ട്, അതെന്തായാലും നാട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാം. വണ്ടി ഇവിടുന്ന് ഫ്ലാറ്റ് ബെഡിൽ കയറ്റിയിട്ട് അതിൽ കൊണ്ടുപോകണം. ഇനി ബെൻസിന്റെ കാണിച്ചു തരാം. ഇതിപ്പോ ഇവരുടെയൊക്കെ പാർട്ട് നമ്പർ ഉണ്ട്. ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങളാണ്. നമ്മള് ഒഴിച്ച് കളിക്കുന്ന ആൾക്കാരാണ്. ഇതാണ് ഇപ്പൊ ടയോട്ടയുടെ ബോക്സ് കുടിക്കാൻ കാണിച്ചു തരാം. ഓടിലൊക്കെ ഉണ്ട് അവിടെ. ഇതാണ് വെൻഡോ. ഇത് ഒറിജിനൽ അല്ല. സംഭവം ബാബുവേട്ടൻ ഇപ്പോൾ നമുക്ക് ഒറിജിനൽ പാർട്സൊക്കെ വരുന്ന പാക്കേജിങ്ങും കാര്യങ്ങളും കാണിച്ചിരുന്നു. ഇവിടെ തന്നെ അത്യാവശ്യം എല്ലാ കമ്പനിയുടെ എല്ലാ വണ്ടിയുടെയും പാർട്സ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു വർക്ക്ഷോപ്പാണ് കേട്ടോ അത്. നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടാൽ തന്നെ അറിയാം. അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഞാൻ വേറൊരു കാഴ്ച കാണിച്ചുതരാം. ഇവിടെ സൈഡിൽ കുറച്ച് വണ്ടികൾ കൂട്ടിയിട്ടുണ്ട്. പുല്ലൊക്കെ പിടിച്ച് ആകെ ഇതായി കിടക്കുകയാണ്. ഒരു ഒക്ടാവിയ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ BMW 5 സീരീസ് ഉണ്ട്. നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതൊരു 124 കിടപ്പുണ്ട്. 124ൻ്റെ ഒക്കെ അവസ്ഥ കണ്ടിട്ട് സങ്കടം വരുന്നത്. ഇത് റീരജിസ്റ്റേർഡ് വണ്ടിയാണ്. സോ ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഈ വണ്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ സങ്കടം. തൊട്ടപ്പുറത്ത് തന്നെ വേറെ വണ്ടിയുടെ ബോഡി മാത്രം മൂടിയിട്ടിട്ടുണ്ട്. ഏതാണ് വണ്ടി എന്ന് ഞങ്ങൾ ആദ്യമൊന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പിന്നെ നമ്മൾ സൈഡിൽ പോയിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പെജറോയുടെ ബോഡിയാണെന്ന്. നമ്മൾ ഇത് ഈ വർക്ക്ഷോപ്പിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ള ഒരുവിധം വർക്ക്ഷോപ്പിലൊക്കെ ചില മേ ബി ഫണ്ടിൻ്റെ ഇഷ്യൂ കാരണമായിരിക്കും, അല്ലെങ്കിൽ വണ്ടിയുടെ ഓണേഴ്സിന് താല്പര്യമില്ലാത്തത് കാരണമായിരിക്കും ചില വണ്ടികൾ ഇങ്ങനെ കടന്നു പോകാറുണ്ട്. സ്വാഭാവികമാണ്. പിന്നെ പല കളക്ടേഴ്സും വിൻറ്റേജ് കാർ കളക്ടേഴ്സ് ആയാലും അല്ലാത്ത ആൾക്കാരൊക്കെ ആയാലും വണ്ടി കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ നേരത്തെ കണ്ട കോമഡോറും ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഒരു ഫുൾ ഫ്ലെഡ്ജ് വീഡിയോ അല്ല, ബട്ട് സ്റ്റിൽ കുറച്ചൊരു ക്ലോസപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി. ഇത് ഇമ്പോർട്ടാണ്. തൊട്ട ബാക്കിൽ തന്നെ ഒരു XF കിടപ്പുണ്ട്. ഈ വണ്ടി എന്ത് വർക്കിനാണ് വന്നതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല. കാരണം നമുക്ക് കുറച്ച് തിരക്കുള്ളത് കാരണം നമ്മൾ നമ്മുടെ വണ്ടി പെട്ടെന്ന് എടുത്തിട്ട് നാട്ടിലോട്ട് എത്തിക്കാനുള്ള പരിപാടിക്ക് നിൽക്കുകയായിരുന്നു. അപ്പം ഇവിടെ ഇപ്പുറത്ത് കിടക്കുന്ന പെജറോ KL57 അതായത് കൊടുവള്ളി നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വണ്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പം അതും ചെറിയ വർക്കിനും ആയിട്ട് വർക്കെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, കസ്റ്റമറിന് വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഉള്ളത് W126 ആണ്. W126 മാത്രമല്ല, ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആണ്. വണ്ടി മൊത്തം ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയാണ്. നമ്മൾ നോർമൽ ഗ്ലാസ്സിൽ നോക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് വി ഡോണ്ട് ഹാവ് എ ഫീലിംഗ്. പക്ഷേ ഇതിൻ്റെ ഗ്ലാസ്സിൽ നോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പക്കായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഉള്ളിൽ കണ്ട ഗൂർക്കയാണിത്. അത് മോഡിഫിക്കേഷനും കാര്യങ്ങളും ഇവർ ചെയ്തതാണോ കമ്പനിയിൽ നിന്ന് ചെയ്തതാണോ എന്നറിയില്ല. എന്തായാലും അത്യാവശ്യം എല്ലാ വണ്ടികളും കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. നല്ലൊരു ആംബിയൻസ് ആണ്. ഇങ്ങനെ വണ്ടികൾ കാണുമ്പോൾ മനസ്സിനൊരു സുഖമാണ്. ഫ്ലാറ്റ് ബെഡ് ഓൾമോസ്റ്റ് ഓൺ ദ വേ ആണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി എയറൊന്നും ഇല്ലാണ്ട് കിടക്കായിരുന്നു. അപ്പോൾ ടയറിലൊക്കെ ഒന്ന് എയർ ഫില്ല് ചെയ്തിട്ട് വണ്ടിയിൽ ഫ്ലാറ്റ് ബെഡിൽ കയറ്റിയിടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഫ്ലാറ്റ് ബെഡ് ഇത് അവിടെ എത്തി. നമ്മൾ വേഗം തന്നെ ഫ്ലാറ്റ് ബെഡ് അവരെ കൊണ്ട് റിവേഴ്സ് എടുപ്പിച്ച് വണ്ടി വർക്ക്ഷോപ്പിൻ്റെ അകത്തേക്ക് കയറ്റി. അപ്പോൾ നമുക്ക് അത് അധികം തള്ളേണ്ട ആവശ്യം വരുന്നില്ല. കുറച്ച് ദൂരം മാത്രം തള്ളിയിട്ട് വണ്ടി കയറ്റിയാൽ മതി. കാരണം നമ്മൾ എഞ്ചിനൊന്നും സ്റ്റാർട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് വണ്ടി റൺ ചെയ്യുമോ എന്താണ് അവസ്ഥ ഒന്നും അറിയില്ല. ഒക്കെ നമ്മളിനി നാട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചേട്ടന്മാർ പെട്ടെന്ന് തന്നെ ഫ്ലാറ്റ് ബെഡെല്ലാം സെറ്റ് ചെയ്ത് തന്ന്. ഇവിടെയൊക്കെ വീഡിയോ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് പറയുമ്പോൾ ഇത്ര സ്പീഡൊന്നും ഉണ്ടാവില്ല കേട്ടോ ഫ്ലാറ്റ് ബെഡിന്. പിന്നെ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ. മിറാഷ് ഭായ് വണ്ടിയുടെ അകത്ത് കയറിയിരുന്നു. കാരണം ഇൻ കേസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളകത്ത് വേണം, ചുമ്മാ തള്ളി കയറ്റാൻ പറ്റില്ല. അപ്പോൾ മിറാഷ് ഭായ് വണ്ടിയുടെ അകത്തുണ്ട്. നമ്മുടെ ഡ്രൈവർ മറ്റേ ടോ ഹുക്കും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് നേരെ വണ്ടി ഫ്ലാറ്റ് ബെഡിലോട്ട് കയറ്റി. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് ബെഡിൻ്റെ മേലെ കയറി ഇരുന്ന് അവർ കയറിക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നല്ല കമ്പനിയുള്ള ചേട്ടന്മാരായിരുന്നു, നല്ല അടിപൊളി ചേട്ടന്മാർ, സെറ്റാണ് അവർ. നമ്മൾ വണ്ടി കയറ്റിയിട്ട് നേരെ ഇനി നമ്മൾ ഹോൾട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കയറ്റി അവർക്ക് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഈ വണ്ടി നാട്ടിലെത്തിയിട്ട് നാട്ടിൽ നിന്ന് ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പണിയെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഗരാജിൽ തന്നെ TBVC ഗരാജിൽ തന്നെ ഇട്ടിട്ട് പണിയെടുക്കാമെന്ന് വിചാരിച്ചു.
വണ്ടിയുടെ കംപ്ലീറ്റ് പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയുടെ അകത്ത് തന്നെ വെച്ച് നമ്മൾ കാറിലാണ് വന്നത്, സിറ്റിയിലാണ് വന്നത്. അപ്പോൾ ആ കാറിനകത്ത് നമ്മുടെ പാർട്സൊന്നും കയറ്റി കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റി ഇല്ല. ഐ മീൻ ചെറിയ കാറാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വണ്ടിയുടെ പാർട്സ് ഈ വണ്ടിയിൽ തന്നെ കയറ്റിയിട്ട് ട്രക്കിലാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ വണ്ടിയിൽ ട്രാവൽ ചെയ്യാം. റിയർ വിൻഡോ ആണ് മിറാഷ് ഭായി അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആ റിയർ വിൻഡോ നമ്മൾ എന്തായാലും നാട്ടിലെത്തിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ടെക്നിക്ക് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള എല്ലാ പാർട്സും ഇവരെ എടുത്തുകൊണ്ട് വരുന്നത്. ഞാൻ വീഡിയോ എടുക്കാത്തതുകൊണ്ട് പിന്നെ എനിക്ക് മേലെനിക്ക് പണിയെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്തായാലും പാർട്സും കാര്യങ്ങളൊക്കെ വണ്ടി കയറ്റിയിട്ട് നേരെ അങ്ങോട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് വണ്ടി നേരെ നാട്ടിലേക്ക് വിടാൻ വേണ്ടിയിട്ട്, വേറെ എവിടെ ഹോൾട്ട് ചെയ്യേണ്ടതെന്ന്. കാരണം രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലെത്തേണ്ട ആവശ്യമുണ്ട്. പാർട്സ് എല്ലാം വണ്ടിയിൽ കയറ്റി കഴിഞ്ഞ് പിന്നെ എന്തായാലും അതൊരു ചെറിയൊരു ഷീറ്റിട്ട് മൂടിയേക്കാന്ന് വിചാരിച്ചു. ജസ്റ്റ് ഇൻ കേസ് മഴ പെയ്താൽ കൊള്ളണ്ടെന്ന് വിചാരിച്ചു. വണ്ടിയിൽ ബാക്കിലൊന്നും വിൻഡോ ഇല്ലാത്തതല്ലേ, സോ മഴ കൊള്ളണ്ടെന്ന് വിചാരിച്ചൊരു പീസിട്ട് മൂടിയിട്ടുണ്ട്, ഒരു ഷീറ്റിട്ട് മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ട്രക്ക് എടുക്കാൻ പോവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നാട്ടിലെത്തിയിട്ട് കാണാം. അവരെന്തായാലും വണ്ടിയായിട്ട് പോട്ടെ. നമ്മളിത് തൊട്ട് ബാക്കിൽ തന്നെ നമ്മൾ ഉണ്ടാവും. നമ്മുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നൈസായിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഏകദേശം നമ്മളെ നാട്ടിലെത്തി. പഴമ്പറമ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഴമ്പറമ്പ് എന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം റോഡിലുള്ള ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, ഏതാണ് വണ്ടി എന്നുള്ളത് എല്ലാവരും നോക്കുന്നുണ്ട്. ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം റെയറായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്, നാട്ടിലൊന്നും അധികം കണ്ടുവരാത്തൊരു മോഡൽ വണ്ടിയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 5:45-6 മണി ആവാനായി, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വണ്ടി നമ്മളെ ഗരാജിൽ ഇറക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളൊന്ന് ഫാസ്റ്റ് ആക്കിപ്പിച്ചു.
തിരിച്ചിറക്കുന്ന സമയത്ത് വീണ്ടും മിറാഷനകത്ത് കയറി ഇരുന്നിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇൻ കേസ് വണ്ടി നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ 123 ഉണ്ട്, W123 ബാക്കിൽ കിടപ്പുണ്ട്, നേരെ പോയിട്ട് അതിൻ്റെ ബോണറ്റിൽ അടിക്കാൻ പോകുന്നത്, പിന്നെ അത് പണിയെടുക്കേണ്ടി വരും ആദ്യം തന്നെ പോയിട്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് ബ്രേക്ക് ചെയ്യാനൊക്കെ ഉള്ളിൽ അവന് കയറി ഇരുന്ന് അവൻ ബ്രേക്ക് ചെയ്തോളും, അത് കുഴപ്പമില്ല. നമ്മൾ വണ്ടി പോയി എടുത്തുകൊണ്ട് വന്ന് വീട്ടിലെത്തി എല്ലാ പരിപാടിയും കഴിഞ്ഞ്. ഇനി എന്തായാലും TBBCയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. നമ്മൾ പുതിയ കണ്ടൻറ്റായിട്ട് ഇനി അടുത്ത ആഴ്ച വരുന്നതായിരിക്കും.